എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തിടയിലൊരു വാർത്ത വന്നിരുന്നു. അതായത് റേഷൻ കടയിൽ നിന്ന് ഇനിയും പണവും ലഭിക്കുമെന്നും പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. നമ്മുടെ ചാനലിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരിച്ചുകൊണ്ടുള്ളൊരു പുതിയ കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ട് കേരളം. ഗുണഭോക്താക്കളുടെ KYC നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന. ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന പദ്ധതി, അതായത് TBT പദ്ധതി അണിയറയിലുണ്ടെന്നാണ് കേരളത്തെ അലട്ടുന്ന പ്രശ്നം. ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് മുൻഗണനേതര വിഭാഗങ്ങൾക്ക്, അതായത് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത്. BPL വിഭാഗത്തിൽ 6 ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ 32 ലക്ഷവുമാണ് കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾ. ഇതിൽ 95% മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ ഡിസംബർ 31 എന്നത് മാർച്ച് 31 വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷ. മസ്റ്ററിംഗ് നിർബന്ധമായതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കില്ല. അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ 2025 മാർച്ചിന് ശേഷമാണ് അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിന് മുമ്പായി മുംബൈയിലെ 2ഇടത്തും താനെയിലെ 1ഇടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ TBT പദ്ധതി നടപ്പാക്കിയിരുന്നു. അതായത് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകുന്ന പദ്ധതി നടപ്പാക്കിയിരുന്നു. പുതുച്ചേരിയിലും പഞ്ചാബിലെ ചിലയിടങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നു. മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിൻ്റെ പക്കലായതിനാൽ TBT നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും. റേഷൻ കടകൾ തന്നെ അപ്രസക്തമാകും. കാരണം മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യം ഉള്ളത്, റേഷനും ഉള്ളത്. സംസ്ഥാന സർക്കാരാണ് ഇവിടുത്തെ മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്ക്, അതായത് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സബ്സിഡി ഇനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് റേഷൻ നൽകുക എന്നുള്ളത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും. കാരണം റേഷൻ കടകൾ തന്നെ അപ്രസക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ. കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മുൻഗണനേതര വിഭാഗങ്ങൾ, അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് ഈ പുതിയ ഒരു രീതി വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ്.